എന്താണ് ഇവരെ വിലങ്ങി വെച്ച് കൊണ്ടുപോയതിൻ്റെ സംഭവം, അതിൻ്റെ ഡീറ്റെയിൽ ആദ്യം മനസ്സിലാക്കുക. ഇതിനകത്ത് 212 പേരിൽ പകുതിയിൽ കൂടുതലെന്ന് പറയുന്നവർ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഹമാസിന് വേണ്ടി പാലസ്തീന് വേണ്ടി പ്രകടനം ഉണ്ടാക്കിയ ക്രിമിനൽസാണ്. അതാണ് ഏറ്റവും കൂടുതൽ. അതാദ്യം മനസ്സിലാക്കുക. കാരണം ട്രംപ് അധികാരത്തിൽ കയറിയ ശേഷം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോം മിനിസ്ട്രിയോട് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ ആദ്യത്തെ ലോട്ടാണ് ഈ പറയുന്ന. അതിൽ 100-ലധികം പേര് അവിടുത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസാണ്. അപ്പോൾ അതിനകത്ത് ഹിന്ദുക്കളായ കുട്ടികളുമുണ്ട്, തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും ഇതേപോലെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തവരുണ്ട്. അവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ ക്യാമ്പസിൽ ഉപദ്രവിച്ചവരുണ്ട്, അടിച്ച് മർദ്ദിച്ചവരുണ്ട് വളരെ ക്രൂരമായിട്ട്. അവിടെ അമേരിക്കയിൽ പോയി പതാക കത്തിച്ച ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് ആ കൂട്ടത്തിൽ.